പ്രണയിക്കുന്നവർ കലഹങ്ങളാകുന്നു, അവർ പിരിയുന്നു, അകലുന്നു, അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകുന്നു, തടസ്സങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. കുടുംബജീവിതത്തിലെ കാര്യം പറയേണ്ട ആവശ്യം തന്നെയില്ല. എന്നും വഴക്കുകളും പ്രശ്നങ്ങളും പരിഭവങ്ങളും പിണക്കങ്ങളും ഇറങ്ങി മാറി നിൽക്കുകയും അഭിപ്രായ വ്യത്യാസങ്ങളും കൊണ്ട് ഒരു സന്തോഷകരമായ ജീവിതം അനുഭവിക്കാൻ സാധിക്കാതെ കഴിയുന്ന അവസ്ഥയാണ് ഈ ഒരു വർഷക്കാലഘട്ടം, അല്ല ഈ വരുന്ന 2.5 വർഷക്കാലഘട്ടം അനുഭവിക്കുന്നത്. അത് ശനി മാറാൻ ഇനിയും 2.25 വർഷമുണ്ട് ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അയ്യപ്പസ്വാമിയെ പ്രാർത്ഥിക്കുക, പൂജിക്കുക, ഭഗവാന്റെ നാമം ജപിക്കുക, നീരാഞ്ജനം കഴിപ്പിക്കുക, നെയ്യഭിഷേകം നടത്തുക, നെയ്വിളക്ക് കത്തിക്കുക, ഇങ്ങനെ എല്ലാ പരിഹാരങ്ങളും ചെയ്തു പോയാൽ ഇതിനുള്ള കാഠിന്യം കുറഞ്ഞുകൊണ്ടേയിരിക്കും. രാഹു നിൽക്കുന്നത് 6-ാം ഭാവത്തിലാണ്. ശത്രുക്കൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും, നഷ്ടങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കും, കളവുകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും, സാമ്പത്തികപരമായ ധനനഷ്ടം അല്ലെങ്കിൽ ധനം കളഞ്ഞു പോവുക, വിലപിടിപ്പുള്ള വസ്തുക്കൾ കളഞ്ഞു പോവുക, മറന്നു വെച്ച് പോവുക, ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ എന്നിങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ വന്നു ചേരുന്ന സമയം. കന്നിരാശിക്കാർക്ക് തന്നെ കേതു നിൽക്കുന്നത് 12-ാം ഭാവത്തിലാണ്. അപ്പോൾ കേതു 12-ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ അവിടെയും പ്രശ്നങ്ങൾ തന്നെയാണ്. നഷ്ടങ്ങൾ, പരാജയങ്ങൾ, തടസ്സങ്ങൾ, വിജയിക്കുവാൻ പറ്റാത്തൊരവസ്ഥ, വിദ്യാർത്ഥികൾക്ക് പരീക്ഷയിൽ പരാജയം എന്നിങ്ങനെയുള്ള പലതരം പ്രശ്നങ്ങൾ. ഇപ്പോൾ ഇവിടെ വ്യാഴം 10-ാം ഭാവത്തിൽ നേട്ടങ്ങൾ നൽകി സാമ്പത്തിക ഉയർച്ച കൊണ്ടുവരുമ്പോൾ ആ സാമ്പത്തികത്തെ കേതു ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നൊരവസ്ഥ. നേട്ടങ്ങൾ ഉണ്ടാകുന്നു, പരാജയങ്ങൾ നഷ്ടങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. 10,000 രൂപ നേടിയെടുക്കുമ്പോൾ 15,000 രൂപയുടെ ജോലിയും അല്ലെങ്കിൽ നഷ്ടവും അവിടെ വന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് കാണുന്നത്. അപ്പോൾ അവയെല്ലാം വളരെയധികം സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക. ധനപരമായ കാര്യങ്ങൾ വളരെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകേണ്ടത് അത്യാവശ്യം തന്നെയാണ്. ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുക, ഗണപതി ഭഗവാന് പൂജാ വഴിപാടുകൾ നടത്തുക. അതിനോടൊപ്പം നമുക്ക് നാഗദൈവങ്ങളെ, സർപ്പദൈവങ്ങളെ പ്രീതിപ്പെടുത്താൻ ആയില്യ പൂജ നടത്തുക, നൂറുമ്പാലും നടത്തുക, ഇങ്ങനെയൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുന്നത് വളരെ നല്ലതായിരിക്കും. ഒരുപാട് ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരുവാൻ ഇത് സഹായകരമായി മാറും. അപ്പോൾ വ്യാഴത്തിൻ്റെ ഒരു പോസിറ്റീവായിട്ട് അനുഭവം ജീവിതത്തിൽ വരുമ്പോഴേക്കും ശനിയുടെ ദോഷവും സർപ്പത്തിൻ്റെ ദോഷവും കേതുവിൻ്റെ ദോഷവും എല്ലാം ബാധിക്കുക തന്നെ ചെയ്യും. ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ദോഷങ്ങൾ കുറയുകയും നേട്ടങ്ങൾ ഉണ്ടാകുകയും ചെയ്യും.